പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ജീവനുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. എവിടെ പോന്നെ എന്തേച്ചു പിള്ളേരിലോ? പിള്ളേരിൽ എവിടെ പോന്ന്? ആ തൂക്കാൻ പോന്ന് രാത്രിയാകുമ്പോ. ഇന്ന് ലാസ്റ്റ് പോക്കാന്ന്. എനിക്ക് കുപ്പ എടുക്കാനൊന്നുമില്ല കേട്ടോ. ഇല്ലേ കുപ്പായ എടുക്കണ്ട. കേക്കുന്നുണ്ടാ? തലച്ചോറ്, മെയിൻ തലച്ചോറ് വരുന്നുണ്ട്. ഇവളാണ് മൊത്തം പ്ലാൻ ആക്കുന്നുണ്ടാ. ഒരു ചോദ്യാണ്. എന്നാലും ഇന്നേ പോവൂലു. കുഴപ്പന്നെ പോവാ. ഡ്രസ് എടുക്കാനില്ല പോക്കാണ്. ആർക്കും വഴി അറിയില്ല. പയ്യന്നൂരല്ലേ പ്ലാത്രല്ലേ? നോക്കി നോക്കാം. എല്ലാരും തടി പറക്കി നമ്മ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇസ്മയൊക്കെ ഒന്ന് നടക്കാനില്ല, വയസ്സായില്ലേ. ഓളതിൻ്റെ ഉള്ളിൽ കയറിയാ? ഇതാ നമ്മളെ സ്റ്റുഡിയോ. നല്ല ഉറക്കല്ല. എടാ എൻ്റെ ഒരു ഭാര്യ ഉണ്ടായില്ല. ഇത് നാട്ടുകാർ മൊത്തോടെ ഉണ്ടല്ലോ. ഓളെവിടെ പോന്ന്? എടാ ഓളെന്നാ ഫസ്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് തരാണ്ട്. എന്തോ പുതിയ അടവാന്ന് നോക്കി പഠിച്ചോ. ഇല്ലെങ്കിൽ കേട്ടിട്ട കേട്ടേക്ക്. എന്താ ബുദ്ധി. ഓക്ക് ഒരു താല്പര്യമില്ല. നമ്മെല്ലാം കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടല്ലേ കളിയാടത്തിന്. ഒന്നുകൂടി പറഞ്ഞ ഇല്ല. എനിക്ക് 500 പേരാ ബഡ്ജറ്റ് അല്ലേ? ഇവിടെ എന്നോട് ചോദിച്ചു 899 എടുത്തു തരുമോ? ഞാൻ പറഞ്ഞു 500 രൂപ ബഡ്ജറ്റ്. നിങ്ങൾക്ക് കുപ്പായം നോക്കണ്ടടാ. നിങ്ങൾക്ക് കുപ്പായം നോക്കണ്ടേ? 2 അല്ലേ? ഒന്ന് ഞാൻ എടുത്തു തരാം. പൈസയാ? നല്ല ഭാര്യ. എവിടെ കിട്ടില്ല ഇങ്ങനത്തെ ഭാര്യ? പൈസ നോക്കിയിട്ട് കുപ്പായ എടുക്കുന്നത് എല്ലാം പറക്കുന്നുണ്ടല്ലോ. പൈസ നോക്കുന്ന 4 3 എടുക്കുന്നു. ചെക്കൻ ഒന്നും അറിയണ്ട. 24 മണിക്കൂർ ഫോൺ ഫുൾ ബിസി. പയ്യന്നൂർ ഏറ്റവും കൂടുതൽ ബിസി ഇല്ലത് അവനിതാണ്. അടുത്താളെത്തിയിട്ടുണ്ട് ഷോപ്പിങ്ങിന്. ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്തിറങ്ങിയാന്ന്. പൈസ കൊടുത്തിട്ട് ബില്ലാക്കിയാലേ ഇട്ടിട്ട് പോകാൻ പറ്റൂല. അത് വേണ്ട, ഒരാൾക്ക് എടുത്താൽ മതി. അതെ ഡ്രസ് കോഡ് ആക്കണ്ട, ഒന്ന് മതി. 5 കൊണ്ടേ നിങ്ങൾ പ്ലാൻ ആക്കിയിട്ട് ഇറങ്ങിയാ. നിങ്ങൾ എല്ലാരും പ്ലാൻ ആക്കിയിട്ട് ഇറങ്ങിയാ. ചന്തു വല്ല പ്ലാൻ ആക്കിയിട്ട് ഇറങ്ങിയാ. അല്ലാണ്ട് ഓളെങ്ങനെ എടുത്തിന്. നമ്മുടെ വന്നിട്ട് 1/2 മണിക്കൂറായി. ഇതുവരെ ഇവൻ പോകാൻ പറ്റില്ല കേട്ടാ. ഓൻ പോയി. ഇനി 1 മണിക്കൂറേക്ക് ഫോൺ വിളിക്കും. ഇതന്നെ എല്ലാരും പ്ലാനാക്കി വന്നവർക്ക് ഇതുവരെ കിട്ടിയിട്ട. അത് സ്റ്റുഡിയോ കഴിഞ്ഞു. 1/2 മണിക്കൂറിന്റെ ഫോൺ വിളി കഴിഞ്ഞു. 2 ഫോണിൽ ഏക വ്യക്തി വരാം നമ്മളെ കൂട്ടത്തിൽ. എടാ ഫോൺ കാണിച്ചടാ അവന്. നോട്ടോ 3 ഒരു ഐഫോൺ. ഇത് ഏതടാ? ഇത് ഫുൾ പാച്ച് വർക്ക്. ഫുൾ ടൈം ഉപയോഗിക്കുന്ന 2 ഫോണുകളാണ്. എന്നാ എന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണ്? മറ്റേത് 2 കുഴപ്പമില്ല. ആര്? എന്നാ ഒരു കാര്യം ചെയ്യണേ, നിങ്ങൾ 3-4 ഡ്രസ് കോഡ് ആക്കോ. ഇതെത്ര? അത് തീരുമാനായ അങ്ങനത്തെ 3 കളറുണ്ടോ നോക്കും അല്ലേ? ഇതിന്റെ സ്ഥിരടമല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇവനൊന്നും അറിയേ വേണ്ട.
ദൂരത്തുനിന്നേ കൈ കാണിച്ചി സൂപ്പർ. അടുത്ത ഫുഡ് അടിയില്ലടാ. ഫുഡ് ഇതെല്ലാം അമ്മ വരുന്നത് നമുക്ക് ഫുഡെല്ലാം എവിടെയാ പോകുന്നത്? ലൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ടോ പോയത്? ഏതാ ലൈറ്റ്? മന്തി ഒന്ന് കഴിഞ്ഞ് വരുവാ. ഡ്രസ് മാറ്റാൻ പോയവരെ കാണുന്നില്ലല്ലോ. അങ്ങനെ അന്താരാഷ്ട്ര കോളിലുണ്ട് അത്ര. കസ്റ്റമർ കെയർ അല്ല, ഇല്ലെങ്കിൽ KSEB ആണ് 24 മണിക്കൂറും KSEB ഇവനെ കറക്റ്റ് KSEB അതാകുമ്പോ കറക്റ്റ് എടുക്കും ഇവനെല്ലാം ഫോണും എടുക്കും. മഴക്കാലത്താകുമ്പോ നല്ല സുഖമായിരുന്നു. അതാവുമ്പോ KSEBക്ക് കുറ്റവും വരില്ല, ഫുൾ ടൈം ഫോൺ എടുക്കും. കസ്റ്റമർ കെയർ ഇതേപോലെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അടുത്തത് ഉള്ളിൽ കയറി ഓരോടുത്തോ. സ്റ്റില് വണ്ടി ഓടിക്കുമ്പോ ഇല്ലടാ, വണ്ടി ഓടിക്കുമ്പോല്ല. വണ്ടി ഓടിക്കുമ്പോ ലൗഡാക്കി നല്ല സുഖം. തണുപ്പിനിട്ടാ പൊളിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒട്ടയാണ്. അതിന്റെ ഉള്ളിൽ തന്നെ ഒട്ടേന്നല്ല ഉണ്ടായി. അതങ്ങനെ ഡിസൈൻ പൊട്ടാ. ഒട്ടിയിലെ ഡിസൈനാ, ഫാഷനാ, ഫാഷൻ. ഏതായാലും എടുത്തോ. ആ ചോദ്യത്തിൽ എനിക്ക് 2 എടുക്കണമെന്നല്ല. 2 വേണോ? ഇനി ഒന്നും കൂടെ എടുക്കണ? അത് വേണ്ട, അത് വേണ്ട, ഇത് തന്നെ എടുത്തോ. വേണ്ട, നീ എടുത്തിട്ടേ. നിനക്ക് വേണ്ട? ഇത് 16ാമത്തെ പീടിയാണ്. 16ാമത്തെ എനിക്ക് 2 കൈ. അതോ അതിന്റെ രസമുണ്ട്, അതോ എടുത്തോ. അടുത്ത ഇനി വേറെ ഷോപ്പ് കയറാന്നെങ്കില. ആ എത്രേ? 1000 എത്രേ? എത്രയാ? ആ എന്നാ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. പിന്നെ 5 ഇനിയില്ല കേട്ടോ, അതിന് കുപ്പായം കഴിഞ്ഞു. എന്നാ ബില്ലാക്കിപ്പോ. ഫുൾ കൺഫ്യൂഷൻ ആയി. ഇത് തന്നെ ഉണ്ടോ അവിടെ വെച്ച് കഴിഞ്ഞേട്ടാ? എത്ര? ആ 899. 899 ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഗൈസ്. നീല നല്ല രസമുണ്ട് പറഞ്ഞിട്ട്. അടുത്തോ പോയിക്കോ, അടുത്തോ പോയെടുത്തിട്ട്. അതിന് വേറെ കുപ്പായൊന്നുമില്ല. എങ്ങനെയല്ലോ ഒറ്റ കുപ്പായ ആക്കിയതാണ്. എന്താ സന്തോഷം. അതിന് കുപ്പായില്ല കേട്ടാ, കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു. പിന്നെന്ത് കഴിഞ്ഞു? ആകെ 10-20 ദിവസമല്ലോ കൊല്ലം കഴിയാൻ. അവിടെ പോയി ബില്ലാക്കിപ്പോ. കാമണിക്കൂർ പോയില്ലേ? ബില്ലിങ്ങിന് സെലക്ഷനെക്കാട്ടി ടൈം എടുത്തല്ല. എന്തായി? എന്തായി? നീ എവിടെ ഓടിക്കൊണ്ട് വന്നിട്ട്? അതുകൊണ്ട് 2 കിട്ടിയില്ലേന്നാ? നീ ഓടിപ്പോയിട്ട് ചാടിയെടുത്തതാ? എന്റെ ചെങ്ങ, നീ അവരെ ചതിച്ചതാണല്ലേ? പിന്നെ എന്നെ ഒപ്പരം വന്ന അവരൊപ്പരല്ലേ വേണ്ട, നീ വേഗം ചാടിപ്പോയി എടുക്കല. ആ എന്താ ബസ് സ്പീഡില്ല അല്ലേ? ഒരു സ്ഥലം കഴിഞ്ഞു, അതിന് അടുത്ത സ്ഥലം ഇടുന്ന കിട്ടിയാ മതിയായിരുന്നു. കിട്ടൂടാ, ഇടുന്ന കിട്ടുവാ. നിന്റെ കാല് വിളിക്കലേ, കണ്ണിയാ കുത്തി പൊട്ടി. ആ പിന്നെ 2 കുപ്പായാ ഇതൊന്ന്. ഓനല്ലെങ്കിൽ ഫോണും കൊണ്ടുപോകാൻ നിൽക്കാൻ പറ്റുന്നില്ല. ചന്ദൂര് ഫുൾ ടെൻഷൻ തന്നെ. ഉണ്ടെങ്കിൽ നോക്കണ്ടല്ലേ. 2 കൊടുത്തു, ആണെന്ന് 2 കൊടുത്തു. ഓ ഇതിന്റെ ഉള്ളിലാളുണ്ടാവും. ഇതാ വന്നിട്ട് മോളിൽ എറിഞ്ഞാരോണ്ട് മോളില് ഓക്കെ. ഇവക്ക് വേണോ ഇക്ക് കളർ? എന്നിട്ട് എടുത്ത് നിർബന്ധിച്ച അവളെടുക്കും. ഞാൻ ഇരിക്കല്ലേടാ. അരി ഓളെടുക്കൂല. നീ വിസ്മയനെ പറഞ്ഞ ആ കൂട്ടിനുള്ളിൽ കയറി ഒരാളുണ്ടല്ലേ? അത്
ആരാ അനുവാ എടുത്തിട്ടേ പോവാളേ. ഏത് എന്താ എണീക്കനായാ? എന്റെ നേരത്തെ പോയി. ഇനി അനുവിനാവേശം നോക്കി. എടാ എടയാതെ ഈ അശ്വനിയാതൊന്നും ഇവളാ ഒന്നും എടുക്കാത്ത. ഇവളാന്നല്ല എപ്പോ എടുത്താ 2-2-1 ഓളൊന്നും എടുത്തരാ. ഓ ഓ എന്നാ ഓക്കെ ക്ലിക്ക്. ടാറ്റ ബൈ ബൈ. നമുക്ക് ഇവരെ പറ്റിച്ച് കിടന്നാലോ. മൂന്നാമത്തെ ഷോപ്പില് ശരി. എൻ്റെ ഹെൽമെറ്റ് അവിടെ നോക്കി ഇടുന്നങ്ങ് എടുത്താൽ മതിയായിരുന്നു. അത് നല്ല അതും 1400 വില വശം അങ്ങനത്തെ ആണ്. കൊറേ ഉണ്ടല്ലേ. എന്നാ കിടന്ന് എടുക്കായിരുന്നു. എത്ര വെച്ചേ റേറ്റ് നോക്കി? റേറ്റ് നോക്കി. അപ്പൊ എനക്കല്ല ലാഭം. ചന്തുമാനെ വിളിക്കതാ. ഷോപ്പിങ് തന്നെ കേട്ടാ. ശരിയാക്കിയ പോരെ. എന്താ സെറ്റ് ആന്ന് സാറോ? ഇത് എനക്കില്ല വലിയ എന്തോ പണിയാണല്ലോ. പുള്ളെടുക്കണ മതി. എന്നാ എന്തോ ഓന് വേസ്ക്കാൻ തുടങ്ങി. ഫുഡ് തീരുമാനായാ? എനിക്ക് രസമുണ്ട്. പറഞ്ഞു മടുത്തു എനക്ക്. അതുകൊണ്ടാണ് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അല്ല നീ ചോറാക്കിയ കേട്ടോ. A+ നിക്ക്. ഇവരെല്ലാം ഫെയിലല്ലേ? എനിക്ക് D+. ഓക്ക് D. 2 എടുത്തിനാ? ഇവളെന്തിനാ ഓടിക്കറിനി? ഫസ്റ്റ് എടുക്ക. ഞാൻ ഓടിയത് എങ്ങനെ? ഞാൻ അതുകൊണ്ടാണ് വന്നു ഉറങ്ങിയാലും വന്നിട്ടുണ്ട്. ഏതാണ് സെലക്ട്? നീ കൊണ്ടുപോയത് ഏതാ? നല്ല ഭയങ്കര സന്തോഷമുണ്ട്. എടുത്തു നീ രക്ഷപ്പെട്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, ജീവനുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ഇവരൊന്നും പ്രശ്നമില്ല. 24 മണിക്കൂർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ ആരും വിളിക്കാനുമില്ല. 7 മണിക്ക് വേണ്ടേ? അതെയാ? എന്ത് വേണ്ട? നമുക്ക് 3 ആയിക്കോട്ടെ. ഏട്ടാ ഇവിടെ എടുക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിക്കാനാ. നടക്കേട്. നമ്മക്ക് പോവാം. കാശ് ഇല്ലെങ്കിൽ നടി കിട്ടും. ഇല്ല കുപ്പായം മൊത്തം നോക്കിട്ടേ വേണ്ടാ പോലും. പറ്റ കുപ്പായം എടുക്കാണ്ട് എല്ലാം കഴിഞ്ഞു വന്നു. ഇവരിറങ്ങാൻ കാത്തിക്കുന്നതാണ് ആ കട പൂട്ടി. പാവങ്ങള് നേരത്തെ പോന്നെയാണ്. കട പൂട്ടി പോന്നെയാണ്. ഇങ്ങ അരമണിക്കൂർ ആതിരാണ്. ശരിയാ. എന്നാ ഫുഡ് കഴിക്കാൻ പോവാം. അടുത്ത ഫുഡ് അടി നിക്കോണ്ടല്ലോ. ലൈറ്റായിട്ടൊന്നും കഴിക്കാം അല്ലേ? ലൈറ്റായിട്ട് അൽഫാമാറ്റം കഴിക്കാം.
തോടാ വെയിറ്റ് കറണെങ്കിലേ ഇവരെ കൂടി എവിടെ പോയാലും വെയിറ്റിംഗ് ആണല്ലോ. എന്താ എന്തോ സീറ്റ് കിട്ടി കൈ കണ്ട് ഫുഡ് കഴിക്കാൻ പാടില്ലാന്ന് വീട്ടിൽ പഠിച്ചു കണ്ടോ. ഇവന് 2 ഫോൺ ഒരേ സമയത്ത് വരുന്നുണ്ടോ ഗൈസ്? അന്നേരം എന്തിനാ ഇവൻ ചേരി അത് കണ്ടാക്കുന്നവരില്ല. അത് കറക്റ്റ് കിട്ടി. ഇവിടുന്ന് രാമായണം വായിക്കുന്നതാണ്. രാത്രി 10 മണിക്ക് എനിക്കൊരു ബിരിയാണി. ആ സുഖമാണ്. എന്താ വേറെ ചിക്കൻ അൽഫാം എടുത്തോ, ഫുള്ളെടുത്തിട്ട് ഫുൾ പീസ് ആയിക്കോ. പൊറോട്ട ഉണ്ടേ? പൊറോട്ട വേണം. 5 പൊറോട്ട 5 ആ മതി. ഓക്കെ. ഇവനാ ബീഫില്ലാത്ത സങ്കടം കരഞ്ഞു തീർക്കാൻ പോയത്. ചിക്കൻ സൂപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. സൂപ്പ് എന്നാ നീ പായസം എന്നാ കുടിക്കുന്നത്? ഇങ്ങോട്ട് തന്നെ വരും. ടേസ്റ്റ് ഉണ്ടാവാൻ പൊളിയനെ. ചന്തോന്റെ ഒരു ടേസ്റ്റിംഗ് ഉണ്ട് ഇപ്പൊ. അടിയ എങ്ങനെ അടിപൊളി ഉണ്ടല്ലേ? അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ കുടിക്കട്ടെ? ഞാൻ കുടിച്ചില്ല. ഇതോന് വേണ്ട, അതുകൊണ്ട് തരുന്നല്ലോ. ഓന് രണ്ടാമത്തെയാണ്. എല്ലാവർക്കും പ്ലേറ്റ് എല്ലാം തരുന്നുണ്ടോ? ഓള് പ്ലേറ്റ് തരാൻ വേണ്ടിട്ടാണ് സൂപ്പ് ഫുള്ള് കുടിക്കാന്. മനസ്സിലായ? ഉണ്ടാ അടിപൊളിയാണല്ലേ? എന്നാ ഓക്കെ, ഞാനും കഴിക്കട്ടെ. ഇതെന്താ എന്തിനാ ഈ ചൈനക്കാരിയാ? നോക്കടാ. എന്നാ ഇത് എന്നാ മനസ്സിലായിട്ട് അതെല്ലാം തിന്നുവാ. നീ യുദ്ധത്തിനാ വന്നിനി ഫുഡ് കഴിക്കാനോ? നോക്കേട്ടാ, ഞാനും കഴിക്കട്ടെ. ആദ്യം എടുത്ത ആവേശമൊന്നുമില്ല എല്ലാവർക്കും. നീ എത്ര വന്ന പൊറോട്ട? എന്റെ വോട്ടർ കഴിഞ്ഞിട്ട് അപ്പത്തെ ഭാഗത്തുനിന്ന് എടുത്തു. അപ്പത്തെ ഭാഗത്തുനിന്ന് എടുത്തോ? അങ്ങനെ എന്റേത് കഴിഞ്ഞിട്ടാ. നൂഡിൽസ് ആരാ പറഞ്ഞു? നൂഡിൽസ് ആരാ പറഞ്ഞു? പിന്നെ കാലിയാക്കിയതാണ്. ഞാനൊന്ന് ആഞ്ഞ് കാലിയാക്കട്ടെ. എന്നാല് അതൊന്ന് മാത്രം ചേർത്താണ്. കല്യാണം ഒന്നും വേണ്ട പറഞ്ഞു രണ്ടാളും. ഇവനെല്ലാം അടിപൊളിയാണ്. മതി, ഞാൻ മതിയാക്കി. പോവാ. കൈ കഴുകിയിട്ട് ജ്യൂസ് കുടിക്കാനല്ലേ? താങ്ക് യു. മോഹല ചേട്ടാ. ഇനി ബില്ല് കൊടുക്കണം. ബില്ല് പിന്നെ ചന്തുവാ സ്ഥിരം അല്ലെ? ബില്ല് കൊടുക്കൽ ചടങ്ങ് ചന്തുവാ. കുറച്ച് സമയം സോഫയിലിരിക്കാം. ഇനി ആ തണുപ്പിന് പോണ്ടേ? ഒന്നും ആയിട്ടല്ല? എനിക്കൊന്നും ആയിട്ടല്ല. വേറെ ഒന്നുമില്ല. ബില്ല് കിട്ടിയ ഈ മാസം കറണ്ട് ബില്ലല്ല പറഞ്ഞു. എടുത്ത ബില്ല് കിട്ടിയ 1560 കറണ്ട് ബില്ല് പറഞ്ഞത്.
1560 ഡെയിലി 500 രൂപ ഫുഡിന്. കറണ്ട് ബില്ല് പോലും ഇല്ലല്ലോ ഇത്ര അല്ലേ? കറണ്ട് ഇല്ല 700 രൂപ വരുന്നുണ്ട് 2 മാസത്തേക്ക്. ഇത് ഒരു ദിവസത്തേക്ക് 1500 2000 വരുന്നത്. പോവാ നമുക്ക് ഇവരെ ഇവിടെ ആക്കിട്ട് പോയാലോ? പണിയെടുക്കുന്ന പൈസ ഇല്ല. എവിടെയാ പോകുന്നത്? നടന്നിട്ട് വരുമല്ലേ? തിന്നലോ തിന്നല്. ഒന്നാണ്ട് അധികം പ്രശ്നമില്ല. ഇവൻ കൊല്ലത്തിലൊരിക്കേ വരുന്നില്ല. നമുക്കതുപോലെ പോവാ കൂടെ ബില്ലോടുത്തല്ലോടാ ബില്ലോടുത്തല്ലേ ഫുഡ് കഴിച്ച് നടക്കണം. നടന്നോ? തണുപ്പിലൊക്കെ പോകുന്നുണ്ട്. അതിന് തണുപ്പ്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞല്ലേ ടാറ്റ. മിസ്സേ ടാറ്റ. ഉറപ്പന്നല്ലേ കളിയാട്ടം വരെ പോലും? പിന്നെ എല്ലാം പറഞ്ഞല്ലേ? ഓക്കെ ബൈ.